Welcome. Subscribe to my channel. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ സുന്നത്തിലായാലും സത്യവിശ്വാസികളായ അടിമകളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതി, നിങ്ങൾ ഈ ദുനിയാവിലെ യാത്രക്കാരാണ്. ജനനം മുതൽ ബർസഖ് വരെയുള്ള ദുന്യവിയായ ഈ കാലം വെറുമൊരു യാത്രയാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഉള്ള ഒരു ചെറിയ കാലം. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വില കൽപ്പിക്കുന്ന ഒരു സ്ഥലമല്ല ഇത്. ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കൃഷി ചെയ്യാനുള്ള ഒരു കൃഷിയിടം, അല്ലെങ്കിൽ ഒരു സന്ദർഭം, ഒരവസരം, അതൊക്കെയാണ് ദുനിയാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് ആഖിറത്തിൻ്റെ കൃഷിസ്ഥലമാണ്. ഇവിടെ നമ്മൾ വെള്ളവും വളവും ഉപയോഗിച്ച് എത്ര ഭംഗിയായി കൃഷി ചെയ്യുമോ അതിൻ്റെ മനോഹരമായ കൊയ്ത്തായിരിക്കും നാളെ ആഖിറത്തിൽ മഹ്ശറിൽ ഉണ്ടാവുക. ദുനിയാവിൽ മടി കാണിച്ചു, അലസത കാണിച്ചു, അശ്രദ്ധ കാണിച്ചു, അവഗണന കാണിച്ചു എങ്കിൽ വിളവെടുപ്പിൻ്റെ സമയം ഫലം നഷ്ടവും ദുഃഖവും സങ്കടവും പശ്ചാത്താപവും ഒക്കെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. മനോഹരമായ വാക്കാണ്. ദുനിയാവിലുള്ള ഒരു വർഷം കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ട സംഗതികൾ അതൊക്കെയാണ്. നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാവുക. മനോഹരമായ വാക്കാണ്, വിദേശിയെ പോലെയാവുക. അതായത് സ്വന്തം രാജ്യമായി, ജന്മനാടായി, സ്ഥിരവാസത്തിനുള്ള സ്ഥലമായി ദുനിയാവിനെ നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങൾ ഒരു ദേശത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അസ്ല്, തറവാട് സ്വർഗമാണ്. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഇത് അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മളുടെ പിതാവും ഉമ്മയും ആദമും ഹവ്വാവും സ്വർഗത്തിലായിരുന്നു താമസം. അവിടെ നിന്ന് വന്നവരാണ്, തിരിച്ചങ്ങോട്ടും മടങ്ങേണ്ടവരാണ്. ഒരു വിദേശിയുടെ മാനസികാവസ്ഥ, ഗൾഫ് നാടുകളിൽ ചെന്ന് കഠിനാധ്വാനം ചെയ്യുന്ന, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും തയ്യാറെടുപ്പുകളും അയാളുടെ ശ്രദ്ധയും ജീവിതത്തിലുള്ള ജാഗ്രതയും അതൊക്കെ ദുനിയാവിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ദുനിയവിയായ ജീവിതത്തിൽ ഒന്നും അറിയാതെ കണ്ണടച്ച് കിട്ടുന്നതെല്ലാം അവിടെ തന്നെ ചെലവാക്കി ഒരു ശ്രദ്ധയും കാണിക്കാതെ ഒരു ജാതി കയറൂരി വിട്ട പോലെ, അതൊന്നും ദുനിയാവിൽ നിങ്ങൾക്ക് ഒരു വിദേശത്ത് പറ്റാത്ത പോലെ ദുനിയാവിലും പറ്റൂല. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതിൻ്റെ ഇടയിൽ ഒരല്പസമയം ഒരു മരത്തിൻ്റെ തണൽ കിട്ടിയപ്പം അവിടെ വിശ്രമിക്കാനിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ. കുറച്ച് കഴിയുമ്പോൾ മുമ്പോട്ട് യാത്ര പുനരാരംഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനോഹരമായ വാക്കാണ്. നിങ്ങൾ ദുനിയാവിയായ ജീവിതത്തെ ആ രീതിയിൽ വേണം കാണാൻ. ഒരിക്കലും ദുനിയാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം
സ്ഥിരമല്ല. അക്കാര്യം നമുക്കെല്ലാം അറിയാമെങ്കിലും നമ്മൾ പലപ്പോഴും മറക്കുന്നവരാണ്. മറവിയാണെങ്കിൽ മനുഷ്യൻ്റെ കൂടപ്പിറപ്പുമാണ്. അശ്രദ്ധയാണെങ്കിൽ മനുഷ്യൻ്റെ ഒരു വലിയ പ്രകൃതിയാ ഉള്ള പ്രശ്നവുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പലവട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, ഫദക്കിർ, ഓർമ്മിപ്പിക്കൽ. കാരണം അവരെ ശ്രദ്ധയിലാവും, മറവിയിലാവും, അവർക്ക് ആ ഗൗരവം നഷ്ടപ്പെടും. കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് ഓർമ്മപ്പെടുത്തും. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. കാരണം ആ ഉണർത്തലും ആ ഓർമ്മപ്പെടുത്തലും സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടും. ദുനിയാവിൽ നിന്ന് സ്ഥിരവാസത്തിനുള്ള സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം പോവേണ്ടി വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അനുവാദമില്ലാതെ ഇങ്ങോട്ട് ആരാണോ അയച്ചത് അവൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും ആ പോക്ക്. ആർക്കും അത് സ്വയം തീരുമാനിക്കാനൊന്നും പറ്റില്ല. സ്വയം തീരുമാനിച്ച് ജീവിതത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബർസഖിലേക്ക് പോവാനോ ഒരാൾക്കും പറ്റൂല. ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. അള്ളാഹു പറഞ്ഞതാണ്, ഒരു നഫ്സിനും അറിയില്ല എവിടെ വെച്ചായിരിക്കും അവൻ്റെ ഈ യാത്ര അവസാനിക്കുക, ഏത് സമയത്തായിരിക്കും അവസാനിക്കുക, ഏത് അവസ്ഥയിലായിരിക്കും അവസാനിക്കുക എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. നമ്മളാരും അള്ളാഹിനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നവരുമല്ല. ഇന്ന നാട്ടിൽ, ഇന്ന ജില്ലയിൽ, ഇന്ന തറവാട്ടിൽ, ഇന്ന കുടുംബത്തിൽ, ഇന്ന മാതാപിതാക്കളുടെ മക്കളായി പോണം, അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് അത് സ്വീകരിച്ച് അത് പ്രകാരം ഇങ്ങോട്ട് അയച്ചതൊന്നുമല്ല. അള്ളാഹിൻ്റെ ഇഷ്ടപ്രകാരം ഏത് നാട്ടിലാണോ എവിടെയാണോ എങ്ങനെയാണോ വരേണ്ടത് അങ്ങനെ അയച്ചു. ഇനി അതേ ഇഷ്ടപ്രകാരം അവനിവിടെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ആർക്കും അതിൽ കൈകടത്താനുള്ള അവകാശവും ഇല്ല ഒരാൾക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു, ഒമാ തദ്രി നഫ്സുൻ. ഒരു നഫ്സിനും അറിയൂല എപ്പോഴാ പോകേണ്ടി വരിക. ചിലപ്പോൾ ജീവിതത്തിൻ്റെ, ദുനിയാവിലെ ജീവിതത്തിൻ്റെ രസം പിടിച്ച്, ഹരം പിടിച്ച്, അതിങ്ങനെ ആസ്വദിച്ച് രസിച്ചിങ്ങനെ അതിൻ്റെ മൂർധന്യതയിൽ നിൽക്കുന്ന സമയം പോക്കിനെപ്പറ്റി ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. പോക്കിനെപ്പറ്റിയുള്ള ആലോചന പോലും സ്വപ്നത്തിൽ പോലും വന്നിട്ടുണ്ടാവില്ല. ആ സമയത്തായിരിക്കും ചിലപ്പം അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടായിട്ടുണ്ടാവുക. പോന്നെയും ആ ആസ്വാദനം ഉണർന്ന് അനുഭവിച്ചോട്ടെ, അതൊന്ന് കഴിഞ്ഞോട്ടെ എന്നൊന്നും പിന്നെ ഒരു തീരുമാനം ഉണ്ടാവില്ല. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ. തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഒരു സെക്കൻഡ് തൊട്ട് ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോ, അതുണ്ടാവുകയില്ല ദുനിയാവിൽ. ഈ പറയുന്ന ഞാനായാലും നിങ്ങൾ ഓരോരുത്തരായാലും പോയേ പറ്റൂ. വല്ലാണ്ട് ചിന്തിക്കേണ്ട ഒരു സംഗതി അത് മരണം. വല്ലാണ്ട് ചിന്തിക്കേണ്ട സംഗതിയാണ്. എങ്ങനെ ഇപ്പം ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പോസ്റ്റ് ഇങ്ങനെ ആരാ ഇട്ടെന്നറിയില്ല, അറബിയിലാണ്. അപ്പോൾ പറയുന്നത് സംഗീതം വീട്ടിലിരുന്ന് ആസ്വദിക്കുന്നതും വാഹനത്തിൽ ഇരുന്ന് ആസ്വദിക്കുന്നതും രണ്ടാണ്. വീട്ടിലിരിക്കുമ്പോഴും വാഹനം ഓടിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആസ്വദിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഈ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംഗീതം ആസ്വദിച്ചു കൊണ്ടാണ് പോകുന്നത്. പൊടുന്നനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, ആ അപകടത്തിലാണ് അള്ളാഹു നമ്മളുടെ ഇവിടെ നിന്നുള്ള യാത്ര തീരുമാനിച്ചതെങ്കിൽ നമ്മൾ എന്ത് കേട്ടുകൊണ്ടും എന്ത് മാനസികാവസ്ഥയിലായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. വല്ലാണ്ട് ഫീലായിപ്പോയി അത് വായിച്ചപ്പോൾ. ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ദുനിയാവിൽ നിന്ന് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെയായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക. ഏത് കോലത്തിൽ, ഏതവസ്ഥയിൽ, ഏത് പ്രവൃത്തിയിലായിട്ടാണോ മരിക്കുന്നത് അക്കോലത്തിലും ആ അവസ്ഥയിലുമാണ്, ആ പ്രവൃത്തിയിലുമാണ് മഹ്ശറിൽ ഹാജരാക്കപ്പെടുക. വല്ലാണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്ന ഒരു സഹാബി ഒട്ടകപ്പുറത്ത് നിന്ന് താഴോട്ട് വീണ് ഇഹ്റാമിൻ്റെ അവസ്ഥയിൽ മരണപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുളിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കഫൻ തുണിഞ്ഞു.
കഫം പൊതിന് മുഖം മറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല, തല മറക്കാൻ. കാരണം ഇഹ്റാമിന്റെ അവസ്ഥയിലാണ്. ഇഹ്റാമിലുള്ള ഒരു പുരുഷന് തലമറക്കൽ ഹറാമാണ്. തങ്ങൾ പറഞ്ഞു, ഇയാൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും ഹാജരാക്കപ്പെടുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പറയുന്ന പ്യൂർ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അത് പറഞ്ഞുകൊണ്ടായിരിക്കും നാളെ ആഖിറത്തിൽ മഹ്ശറിൽ ഹാജരാക്കപ്പെടുക. മരണത്തെപ്പറ്റി വല്ലാണ്ട് ചിന്തിക്കണം. ഒരു വർഷം തീരാന്ന് പറഞ്ഞാൽ, ഒരു വർഷം തീരുമ്പോൾ ഇന്നലെ രാത്രി മനുഷ്യന്മാര് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അവരുടെ ഈ ആഹ്ലാദ പ്രകടനങ്ങളും എന്തൊരു പറയാ വിരോധാഭാസമാണിത്. ജീവിതം കഴിയാണ്, ഒരു വർഷം തീർന്നിരിക്കുകയാണ്. മരണത്തിലേക്കും ഖബറിലേക്കും ഒന്നുകൂടി അടുത്ത് വന്നിരിക്കുകയാണ്. അതിനെ ആഘോഷ തിമിർപ്പില് അവരിങ്ങനെ ചിരിച്ച് തള്ളുന്നത്. ഒരു വാപ്പാച്ചിനെ കത്തിച്ചതിനെ കൊണ്ട് ഒരു വർഷത്തെ എല്ലാം തീർന്നു പോവോ? അത് കിതാബിൽ ലിസ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? പാപ്പാജിനെ കത്തിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഇതാ നമ്മൾ കത്തിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി പുതിയ വർഷം സന്തോഷത്തിൻ്റെത്. നമ്മൾ ഈടുന്ന് കത്തിച്ചാലും മലക്ക് എഴുതിയ കിതാബ് അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? അതിൽ വായിക്കാനൊന്നും പറ്റില്ലല്ലോ. ഭയങ്കര വിഷമത്തിനും സങ്കടത്തിനുമാണ് പുതിയ വർഷത്തിലേക്ക് ഒരു സത്യവിശ്വാസി കാലെടുത്ത് വെക്കുക. കഴിഞ്ഞൊരു വർഷം അള്ളാഹിൻ്റെ അടുത്ത് എങ്ങനെ ആയിട്ടുണ്ടാവും? സ്വീകരിക്കപ്പെടുവോ? അബദ്ധത്തിലായിരിക്കുമോ അല്ലെങ്കിൽ നന്മയിലായിരിക്കുമോ? ഈ ടെൻഷനിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേണ്ടി കൃത്യമായും വ്യക്തമായും ഒരുങ്ങണം, തയ്യാറായിരിക്കണം. കാരണം എപ്പോഴെന്ന് അറിയില്ലല്ലോ, ഏത് സമയത്ത് മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചു പോകുമ്പോഴും സന്തോഷാവസ്ഥയിലും തൃപ്തനായും കൊണ്ട് പോവാൻ സാധിച്ചെങ്കിൽ ഓൻ ജയിച്ചു എന്നതിൻ്റെ അർത്ഥം. ഒരു സംശയവും അതിലില്ല. പോകാണ്ടിരിക്കാനും പറ്റൂല. അള്ളാഹുവിന് എന്തെങ്കിലും ഒരു സഹതാപം ഒരു മനുഷ്യനോട്, പാവം പുതിയ പല വെച്ചിട്ടേ ഉള്ളൂ, നാളെയാണ് പാല് കാച്ച്, കുടിയല് നാളെയാണ്, ഇന്ന് രാത്രി അവൻ്റെ അവധി തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നാളെ രാവിലെ പുരക്ക് കയറി ഒരു ഗ്ലാസ് പാല് കുടിച്ചതിന് ശേഷം മരിപ്പിക്കുക, അങ്ങനെ വെക്കുന്ന പരിപാടിയൊന്നുമില്ല. സഹതാപം ആ പരിപാടിയില്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലും ദേഷ്യം തോന്നിയിട്ട് പെട്ടെന്ന് ഇവനെ തീർത്ത് കളഞ്ഞേക്കാം, അതുമില്ല. നമ്മൾ എന്തൊരു മണ്ടന്മാരും ധിക്കാരികളുമാണെന്നറിയും. ഏത് സെക്കൻഡിലാണ് പോകേണ്ടി വരിക എന്നുള്ള ഒരു വിവരവും ഇല്ലാതിരുന്നിട്ടും ഓരോ സെക്കൻഡുകളെയും റബ്ബിനെ മറന്നിട്ടുള്ള സുഖങ്ങളിൽ മുഴുകുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഹങ്കാരികളും മന്ദബുദ്ധികളുമാണ്. അള്ളാഹു ചോദിക്കുന്നില്ല പരിശുദ്ധ ഖുർആനിൽ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നത്? ആയത്തിന്റെ ആശയം അങ്ങനെയാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ മരണത്തിന്റെ ഓർമ്മയില്ലാതെ, ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ, ഇതിനു വേണ്ടി ഒരുക്കങ്ങളൊന്നും നടത്താണ്ട് നിങ്ങൾ എന്ത് ജീവിതം നയിക്കുന്നത്? كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين. വല്ലാത്ത വാക്കല്ല. കം തറക്കൂ, അവരെത്രയാണ് ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് നിങ്ങൾ കാണുന്നില്ലേ? മിൻ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളും അരുവികളും മനോഹരമായ അവരുടെ സമ്പത്ത്, സ്വത്ത്, ഏക്കർ കണക്കിന് തോട്ടങ്ങളുള്ള മുതലാളിമാര്, ജന്മിമാര്. ഒരു സെന്റ്, ഒരു തുണ്ട് ഭൂമി ഒരാൾക്ക് കൈവിട്ട് കൊടുക്കാതെ വാരിപ്പിടിച്ച ഏക്കറുകളുടെ ജന്മി. കം തറക്കൂ, എത്ര ഏക്കറുകളാ അവർ ഒഴിവാക്കിയിട്ട് പോയെന്നറിയോ? എത്ര ഭൂമിയാണ് അവർ ഒഴിവാക്കിയിട്ട് പോയെന്നറിയോ? പോകാൻ ആഗ്രഹിച്ചൊന്നുമല്ല, പക്ഷെ എൻ്റെ ടൈം വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി. കം തറക്കൂ മിൻ ജന്നാത്ത്, എത്ര തോട്ടങ്ങൾ, തെങ്ങിൻ്റെ തോട്ടം, കാപ്പിത്തോട്ടം, കുരുമുളകിൻ്റെ തോട്ടം, ഓറഞ്ചിൻ്റെ തോട്ടം, എത്ര തോട്ടങ്ങൾ. ഉടയോണില്ലാണ്ടായി ദുനിയാവിൽ. ആരെങ്കിലും വെറുതെ വിട്ടിച്ചു പോയില്ല, ഞാൻ കൊണ്ടുപോയി, അവർക്ക് ഒഴിവാക്കേണ്ടി വന്നു. കരീം, കൃഷിയിടങ്ങളും അമ്പരചുംബികളായ മനോഹരമായ അവരുടെ വീടുകളും കൊട്ടാരങ്ങളും മാളികകളും എത്ര പേരാ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. അതൊക്കെ അറിയാമായിരുന്നിട്ടും അവരെന്താണോ ഒഴിവാക്കി പോയത്, നിങ്ങൾ അതിനെ തന്നെ മുറുകെ പിടിച്ചിട്ട് ഇതിനെ മറന്നിട്ട് ജീവിക്കാണ്.
വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അവരങ്ങനെ സുഖിച്ചുകൊണ്ടിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളെയാണ് ദുനിയാവിൽ വിട്ടിട്ട് ഇങ്ങോട്ട് അവർക്ക് വരേണ്ടി വന്നത്. കദാലിക്, അപ്രകാരം തന്നെ നിങ്ങൾക്കും ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് വരേണ്ടി വരും. ഔറസ്നാഹ ഖൗമൻ ആഖരീൻ, വേറെ ചില ആളുകൾക്ക് അതിന് നാം അവകാശം കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവകാശം പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ മരിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു നോക്കുക. ആ ഒരാഴ്ച മുമ്പ് നമ്മുടെ പേരിലുണ്ടായിരുന്ന തോട്ടങ്ങളോ ബിൽഡിങ്ങുകളോ വാഹനങ്ങളോ വീടുകളോ ഷോപ്പുകളോ ഒന്നും നമ്മുടെ പേരിലായിരിക്കൂല. ഔറസ്നാഹ ഖൗമൻ ആഖരീൻ, വേറെ ആൾക്കാർക്ക് അള്ളാഹു അനന്തരമായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ സീറോ ആയിരിക്കും, എൻ്റെ കൈമിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ ദുനിയാവിൻ്റെ ബാക്ക് തന്നെ ഓടുകയാണ്, രസങ്ങളുടെ പിറകെ പായാണ്. ആ പാച്ചലിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു സെക്കൻഡിൽ സ്റ്റക്കാവും, ഖലാസ് കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കവി പറഞ്ഞു, കുല്ലു ബിനി ഉൻസ വഇൻ താലത് സലാമതുഹു യൗമൻ അലാ ഹാലത്തിൻ അലാ ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു. കുല്ലു ബിനി ഉൻസ, ഒരു ഉമ്മ പ്രസവിച്ച ഓരോ കുഞ്ഞും, ഉമ്മ പ്രസവിച്ചെന്ന് പറയാൻ കാരണം ഉമ്മ ഇല്ലാണ്ടും ഉണ്ടായ ആൾക്കാരുണ്ട്, ഉപ്പ ഇല്ലാണ്ടുണ്ടായ ആൾക്കാരുണ്ട്. ആദനബിക്ക് ഉപ്പയുമില്ല ഉമ്മയുമില്ല. ഹവ്വായിന് ആദമിൻ്റെ എല്ലിൽ നിന്നാണ്. ഈസാ നബിക്ക് ഉമ്മയേ ഉള്ളൂ, ഉപ്പയില്ല. അങ്ങനെ ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന, അങ്ങനല്ലേ ആദമും ഹവ്വാവും ഒഴിച്ച് ദുനിയാവിൽ വന്ന സർവ്വ മനുഷ്യന്മാരും ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിലൂടെ പുറത്തേക്ക് വന്ന ആൾക്കാരാണ്. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇനി വരുള്ളൂ. അതല്ലാത്തൊരു പ്രസവം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പുറത്തു വന്ന ഓരോരുത്തരും വഇൻ ത്വാലത് സലാമതുഹു, അവന്റെ ശാരീരികാരോഗ്യമോ അതല്ലെങ്കിൽ ഭൗതികമായ വസ്തുവകകളോ സുഖ സൗകര്യങ്ങളോ ഇതൊക്കെ എത്ര നീണ്ടതാണെങ്കിലും എല്ലാം ഒക്കെയാണ്. ജീവിക്കാനുള്ള ചുറ്റുപാട് അള്ളാഹു വിശാലമാക്കി തന്നിട്ടുണ്ട്. നല്ല കുടുംബം, നല്ല ഭാര്യ, നല്ല മക്കൾ, ശാരീരിക ആരോഗ്യം, മാനസിക സുഖം, സന്തോഷം. വഇൻ ത്വാലത്, നല്ല എത്ര നീണ്ടതാണെങ്കിലും യൗമൻ, ഒരു ദിവസം അല ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു, നീണ്ട കാലുകളില്ലാത്ത കട്ടിലിൽ അവൻ വഹിക്കപ്പെടുക തന്നെ ചെയ്യും. കവി പറഞ്ഞ വാക്കാണത്. യൗമൻ, ഒരു ദിവസം. ആ ഒരു ദിവസം എനിക്കുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അതായത് ഈ പള്ളിൻ്റെ ഒന്നാമത്തെ സഫിൻ്റെയും ഇമാമിൻ്റെയും ഇടയിൽ ആ വെള്ളപ്പുതപ്പിൽ വന്ന് കിടക്കുന്ന യൗമൻ, ഒരു ദിവസം നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു മനോഹരമായ വാക്ക് നോക്കണേ, ഇന്നഹും യറൗനഹു ബഈദൻ, ആ ദിവസത്തെ ഇവർ കാണുന്നത് വളരെ ദൂരെയായിട്ടാണ്. നരച്ചിട്ടില്ല, വയസ്സായിട്ടില്ല, വേറെ ആരോഗ്യ പ്രശ്നങ്ങളില്ല, രോഗങ്ങളില്ല. അതുകൊണ്ട് യറൗനഹു ബഈദൻ, ഇപ്പോഴേന്നും വരൂല, നീ കുറയുണ്ടത്രേ എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. വനറാഹു ഖരീബ, നാം കാണുന്നതോ വളരെ അടുത്തായിട്ടാണ്. മനുഷ്യനോട് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയ വർഷത്തിൻ്റെ 1-ാം തീയതി പുതിയ നല്ല ചിന്തകളുമായിട്ട് വേണം തുടങ്ങാൻ. ഈ വർഷം 2025 കഴിഞ്ഞു പോയി. 2026 ഏതോ ഒരു ദിവസമാണ് ഞാനും നിങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഒരുങ്ങിയിട്ടുണ്ടോ, തയ്യാറായിട്ടുണ്ടോ, എന്തെങ്കിലും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ശൈത്താൻ സമ്മതിക്കൂല നമ്മളെ. ശൈത്താന്റെ ജോലിയാണിത്. സൂറ ഇബ്രാഹിം ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ പ്രസംഗത്തെ പറ്റി ചർച്ച ചെയ്യുന്നു. ഖുതുബത്തു ഇബ്ലീസ്. നാളെ മഹ്ശറിൽ എല്ലാം നിയമം എല്ലാ നടപടികളും സ്വീകരിക്കപ്പെട്ടതിന് ശേഷം
സ്വർഗത്തിൻ്റെ ആൾക്കാരെ സ്വർഗത്തിലേക്ക് മാറ്റി നരകത്തിൻ്റെ ആളുകളെ നരകത്തിലേക്ക് മാറ്റിയതിന് ശേഷം ശൈത്താന് വേണ്ടി ഒരു മിമ്പർ തയ്യാറാക്കപ്പെടും. ആ മിമ്പറിൻ്റെ മുകളിൽ ശൈത്താൻ കയറി നിന്നിട്ടൊരു പ്രസംഗം നടത്തും. അതിലും പറയുന്നൊരു വാക്കെന്തെന്നറിയാം? അള്ളാഹു പറഞ്ഞുതരാ, അലം യഅദുകും വഅദൻ, അല്ല, ഞാൻ നിങ്ങളോട് കള്ളമായ ചില വാഗ്ദാനങ്ങൾ ചെയ്തു. നിങ്ങളെ റബ്ബ് നിങ്ങളോട് സത്യസന്ധമായ പല വാദകളും ചെയ്തു, വാഗ്ദാനങ്ങളും ചെയ്തു. വഅദൽ ഹഖി വവഅദ്തുകും, ഞാനും നിങ്ങൾക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നു, അല്ലാഹു നിങ്ങൾക്ക് കുറെ സത്യമായ വാഗ്ദാനങ്ങളും തന്നു. പക്ഷേ നിങ്ങൾ സ്വീകരിച്ചത് എൻ്റെ കള്ളമായ വാദകളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന കള്ളമായ വഞ്ചനാപരമായ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞ വാദകൾ, വാഗ്ദാനങ്ങൾ, അത് നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങളെ റബ്ബിൻ്റെ സത്യസന്ധമായ വാഗ്ദാനങ്ങളോ നിങ്ങൾ മറക്കുകയും ചെയ്തു. എന്നാലോ ഇന്ന് നമ്മൾ രണ്ടുപേരും നിങ്ങളെ റബ്ബിൻ്റെ വാഴ മറന്ന് എൻ്റെ വാഴ പിടിച്ച് ഞാനിവിടെ ഉണ്ടാവും നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റി. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി. എനിക്ക് നിങ്ങളെയും സഹായിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ പറ്റൂല. നമ്മൾ രണ്ട് കൂട്ടക്കാരും ഇന്ന് പിടിക്കപ്പെടാൻ പോവാൻ. എന്നാൽ ഞാൻ ചെയ്തതോ, ഞാൻ നിങ്ങൾക്ക് കള്ളമായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ചതിച്ചത്, പറ്റിച്ചത് എന്തുകൊണ്ടാണ്? അതെന്നെ എൻ്റെ റബ്ബ് ഏൽപ്പിച്ച ജോലിയായതുകൊണ്ടാണ്. മാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലി. എനിക്ക് അല്ലാഹ് അധികാരം തന്നു നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ. നിങ്ങൾക്ക് കള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ ഖിയാമത്ത് നാൾ വരെ ദീർഘായുസ് നൽകപ്പെട്ട ഒരു ചതിയനായിരുന്നു ഞാൻ. ലോകം അവസാനിക്കും വരെ ഞാൻ ജീവിക്കും. ഇന്ന് ദുനിയാവിൽ ആകാശ ലോകത്തിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ തൊട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ തൊട്ട് 2026 ജനുവരി 1-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഈ 7 മണി വരെയുള്ള സർവ കാര്യങ്ങളും കണ്ടോണ്ടിരിക്കുന്നവനാണ് ശൈത്താൻ. അതിനിടയിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ തീർന്നുപോയി. അവരെല്ലാം കണ്ട ഇവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇനി എപ്പോഴായിരിക്കും ഖിയാമത്താൽ ഉണ്ടാവുക? അതുവരെ അവൻ ജീവിക്കുകയും ചെയ്യും. ജോലിയോ ഇല്ല അൻ ദഅഉതുകും, നിങ്ങളെ എൻ്റെ ചതിയിലേക്ക്, എൻ്റെ വലയിലേക്ക് വിളിക്കുക. ഫസ്തജബ്തും ലി, നിങ്ങൾ കൂളായി ഈസിയായി എൻ്റെ വിളിക്ക് ഉത്തരം തന്നു. ചിന്തിച്ച പോലുമില്ല, ആലോചിച്ച പോലുമില്ല. ഫസ്തജബ്തും ലി. അതുകൊണ്ട് ഫലാ തലൂമൂനി, ഞാൻ നിങ്ങളെ പറ്റിച്ചു, ഞാൻ നിങ്ങളെ ചതിച്ചു, ഞാൻ നിങ്ങളെ വലയിൽ വീഴ്ത്തി, ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തി, നഷ്ടത്തിലാക്കി എന്നൊന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, നിങ്ങൾ മടങ്ങിപ്പോണമായിരുന്നു, നിങ്ങൾ തിരിച്ചോണമായിരുന്നു അള്ളാഹുവിലേക്ക്. ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നു, നിങ്ങൾ പൊട്ടു, ഖലാസ്. ഇബ്ലീസിന്റെ പ്രസംഗത്തെ പറ്റി അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ് ആ കവി പറഞ്ഞത്, ശൈത്താൻ നമ്മളെ സമ്മതിക്കൂല. നാളെ 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 നാക്കിയിട്ട് ഇങ്ങനെ കഴിയും. ഒരു നാളെ നമ്മൾ പോവുകയും ചെയ്യും. തയ്യാറായിട്ടുണ്ടാവും. വസവ്വിദ് മിന തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. മനോഹരമായ വാക്ക്. വസവ്വിദ്, നീ എത്രയും പെട്ടെന്ന് കരുതി വച്ചോളൂ. മിന തഖ്വാ, സൂക്ഷ്മത. ജീവിതത്തിൽ തഖ്വയെ എത്രയും പെട്ടെന്ന് കൈമുതലാക്കിക്കോളൂ. കാരണം ഫഇന്നക ലാ തദ്രി, നിനക്കറിയൂല. ഇദാ ജന്ന ലൈലുൻ, രാത്രിയുടെ ഇരുട്ട് വന്ന് നിന്നെ മൂടിക്കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, നാളെ രാവിലെ നീ എണീക്കോ ഇല്ലേ എന്ന കാര്യം നിനക്കറിയില്ല. പക്ഷെ നമ്മളുടെ പ്ലാനിങ്ങും തർത്തീബാത്തുകളൊക്കെ നാളേക്ക് വേണ്ടിയിട്ടാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പല തർത്തീബുകൾ ഉണ്ടാവും, പ്ലാനുകൾ ഉണ്ടാവും, തീരുമാനങ്ങൾ ഉണ്ടാവും. നാളെ എങ്ങനെ ആക്കണം, നാളെ എങ്ങനെ ആക്കണം.
നാളെ അതുണ്ട്, നാളെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. പക്ഷെ അല്ലാത്തതിരി നിനക്ക് അറിയേയില്ല നാളെ നീ എണീക്കോ ഇല്ലേ എന്നുള്ള കാര്യം. നീ രാത്രി ഉറങ്ങാനായി അടച്ച കണ്ണ് ചിലപ്പോൾ ആ അടവ് അങ്ങനെ തന്നെ അങ്ങ് പോയേക്കാം. ഹൽ തഈശു ഇലൽ ഫജ്രി. അവിടെ എത്രയും പെട്ടെന്ന് ഒരു മാറ്റത്തിന് തയ്യാറാവണം. അള്ളാഹുവിൻ്റെ ആളായി മാറണം. നമ്മളാരും പരിപൂർണരൊന്നുമല്ല, പരിശുദ്ധരുമല്ല. നമുക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അപാകതകൾ, ന്യൂനതകൾ, തെറ്റുകൾ, കുറവുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അതൊന്നും ആരുടെ മുമ്പിൽ കുമ്പസരിക്കാനല്ല പറഞ്ഞു, അള്ളാഹിനോട് മാത്രം പറയണം. മനുഷ്യന്മാരുടെ കുമ്പസാരം ഇസ്ലാമിലില്ല. അള്ളാഹിന്റെ മുമ്പ് പറയണം, മാപ്പ് ചോദിക്കണം, തൗബ ചെയ്യണം. അടിമകളുമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം, അല്ലെങ്കിൽ ചെന്ന് കണ്ട് സംസാരിച്ചിട്ടൊരു എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. വസവ്വിത്ത്, എത്രയും പെട്ടെന്ന്. കാരണം പുതിയ കൊല്ലത്തിലേക്ക് ഇനിയിപ്പോ ഈ കൊല്ലത്തിലായിരിക്കും ചിലപ്പം ചരമ വാർത്തയിൽ നമ്മളുടെ ഫോട്ടോവും കോളവും ഒക്കെ ഉണ്ടാവുക. ഒരു കഴിഞ്ഞെന്തായാലും കഴിഞ്ഞു, 2025 എന്തായാലും കഴിഞ്ഞു, അത് നമ്മൾ രക്ഷപ്പെട്ടു. ചിലപ്പോൾ 2026 ആയിരിക്കാം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇതാ ഇന്നയാൾ മരണപ്പെട്ടിരിക്കുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫസവ്വിദ് ഫസവ്വിദ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹിക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കവി പറയാൻ, എത്രയെത്ര യുവാക്കളാണ്, യുവതികളാണ് രാവിലെയും വൈകുന്നേരവും നല്ല ചിരിച്ചു പൊളച്ച് സുഖിച്ച് രസിച്ചിങ്ങനെ ജീവിക്കുന്നത്. അംസാ വഅസ്ബഹ ളാഹികൻ. വയസ്സായവർക്ക് പിന്നെയും കുറച്ചെങ്കിലും ഒരു തോന്നിച്ചുണ്ടാവും, കുറച്ചെങ്കിലും ഒരു ഓർമ്മയും ഒരു ബോധവും വരും. പക്ഷെ യുവത്വത്തിന്റെ പ്രസരിപ്പിലുള്ളവർക്ക് ആ ചിന്തേ വരൂല. അംസാ വഅസ്ബഹ ളാഹികൻ. അവരിങ്ങനെ രാവിലെയും വൈകുന്നേരവും ചിരിയും കളിയും തമാശയും. ഇന്നലെ രാത്രി 12 മണിയാവാനായിട്ട് യുവാക്കളും യുവതികളും കാത്തുനിൽപ്പ്. മിനിറ്റുകൾ ഇങ്ങനെ എണ്ണി 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 എണ്ണി. എന്തിന്? ചിരിക്കാൻ, അട്ടഹസിക്കാൻ, കള്ളുകുടിക്കാൻ, ഡാൻസ് കളിക്കാൻ. കാരണം ഇതാ ഒരു വർഷം തീരുന്നു, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഫകം മിൻ ഫതൻ. അങ്ങനെ എത്ര യുവത്വം. അംസാ വഅസ്ബഹ ളാഹിക. എന്നാൽ വഖദ് നുസിജത് അക്ഫാലുഹു വഹുവ ലാ യദ്രി. അങ്ങനെ ചിരിച്ചു പൊളച്ച് രസിച്ചിങ്ങനെ പോകുന്ന യുവാക്കൾ, യുവതികൾ അവരറിയുന്നില്ല അവരുടെ മയ്യത്തിനെ പൊതിയാനുള്ള കഫൻ തുണികൾ നെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ ആ വെള്ള പുതപ്പ് അല്ലെങ്കിൽ ആ വെള്ള തുണിയുടെ റോള് കൊണ്ടുവന്ന് വെച്ചു പീഡിയക്കാരൻ. രാവിലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ചിലപ്പം അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന 3 കഷ്ണത്തിലായിരിക്കാം ഈ യുവാവിനെ പൊതിയേണ്ടി വരിക. പക്ഷെ അവൻ ചിന്തിക്കുന്നില്ല, യുവാവാണ്. പൊതുവെ ദുനിയാവിൽ മരണത്തിന്റെ ലക്ഷണങ്ങളായി കാണുന്ന ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആരോഗ്യവാനാണ്, മുടി വെളുത്തിട്ടില്ല. വകം മിൻ ഫതൻ. അങ്ങനെ എത്ര യുവത്വമാണ് വഞ്ചനയിൽപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം? കവി ചോദിക്കുകയാണ്, ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് യാത്രയാവാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടി വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാ തെറ്റി. കാരണം ഫകം മിൻ സിഗാരിൻ യുർതജാ തൂല ഉംരിഹിം വഖദ് അദ്ഖൽത അജ്സാദഹും ദുൽമതൽ ഖബ്രി. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന പിഞ്ചു പൈതൽ, ചോരക്കുഞ്ഞ്, ദുനിയാവ് കണ്ടിട്ടേ ഉള്ളൂ. ഉമ്മന്റെ ഉപ്പന്റെ ആ വാത്സല്യവും സ്നേഹമൊക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ എത്ര പൈതങ്ങളെയാണ്, ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പൈതങ്ങളെയാണ് നിങ്ങൾ ഖബറിന്റെ ഇരുട്ടിലേക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അതൊക്കെ എന്തെങ്കിലും മരണത്തിന്റെ കാരണം കൊണ്ട് മരിച്ചു പോയതാണോ? പിഞ്ചു പൈതങ്ങൾ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉമ്മ പ്രസവിച്ചിട്ടേ ഉള്ളൂ. വന്നു, ഒന്ന് ചിരിച്ചു, ബന്ധുക്കളൊക്കെ കണ്ടു, സന്തോഷിച്ചു. ഉമ്മ അതിലേറെ സന്തോഷിച്ചു. എല്ലാവരും അവരുടെ ചെക്കൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്ത് പിരിഞ്ഞു. വൈകുന്നേരം ആ കുഞ്ഞിന്റെ മയ്യത്ത് നിങ്ങൾ ഖബറിന്റെ ഇരുട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്ത് കാരണം കൊണ്ട് ആ കുഞ്ഞു മരിച്ചത്? ഒരു കാരണവുമില്ല. മാത്രമല്ല വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. നിങ്ങൾ കാണുന്നില്ലേ ദുനിയാവില് ഒരു
കാരണവും പറയാനില്ലാത്ത ആരോഗ്യമുള്ള ഫകം മിൻ സഹീഹിൻ, പൂർണ്ണ ആരോഗ്യവാന്മാർ, മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു കാരണമില്ലാണ്ട് മരിച്ചു പോകുന്നു. രാവിലെ 2 മണിക്കൂർ ജിമ്മിൽ, 3/4 മണിക്കൂർ ഫജ്ർ നിസ്കാരത്തിന് ശേഷം മോർണിംഗ് വാക്കിങ്ങിന് പോകും. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഫുഡ് കൺട്രോള്, രാവിലെ ഈ ജ്യൂസാ കുടിക്കുക, ഉച്ചയ്ക്ക് ഇന്ന് ഭക്ഷണമേ കഴിക്കുള്ളൂ, രാത്രി കുറച്ച് പച്ചക്കറിയും സലാഡും മാത്രമേ കഴിക്കുള്ളൂ. കാരണം ഹെൽത്ത് നമ്മൾ നോക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര കൺട്രോളാക്കി തർത്തീവാക്കി ജീവിക്കുന്ന ആള്. കരിച്ചയും പൊരിച്ചത് തിന്നൂല, മംഗളത്തിന് പോകില്ല, ബിരിയാണി വയ്ക്കൂല, പോയാൽ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് വരും. കാരണം ഹെൽത്ത് നോക്കണം ഭായി. അങ്ങനെ ഭയങ്കരമായ അണ്ടർ കൺട്രോളാണ് അവൻ്റെ ലൈഫ്. ഫകം മിൻ സഹീഹിൻ, അങ്ങനെ ജീവിതത്തെ നോക്കിക്കണ്ട നമ്മളൊക്കെ അസൂയയോടെ, ഹോ ഇവൻ്റെയൊക്കെ ഒരു കൺട്രോൾ, ഇവൻ്റെയൊക്കെ ഒരു ആരോഗ്യം, ഇവൻ്റെ എല്ലാം ഒരു ശരീരം എന്ന് വിചാരിച്ചവർ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു കാരണം പോലും പറയാനില്ലാണ്ട് എത്രയാണ് മരിച്ചു വീഴുന്നത്. എത്ര 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 ഡോക്ടർമാരാണ് ഹൃദയത്തിൻ്റെ അറ്റാക്ക് വന്ന രോഗികളെ ഓപ്പറേഷൻ ചെയ്ത് രോഗിയെ സുഖപ്പെടുത്തി റൂമിൽ ചെന്നിരുന്ന് കസേരയിൽ ഇരുന്ന് മരിച്ച എത്ര ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാർട്ട് സ്റ്റക്കായി പോയതാണ് മനുഷ്യൻ, അറ്റാക്ക് വന്നതാണ്. ഡോക്ടർ വന്നു, ഓപ്പറേഷൻ ചെയ്തു, ഓനെ സുഖപ്പെടുത്തി ഇരുത്തി റാഹത്താക്കി, പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പുറത്തുള്ള കസേരമൊപ്പം ഇരുന്ന ഡോക്ടർ അവിടെ നിന്ന് അറ്റാക്ക് വന്നിട്ട് മരിച്ചു. ഫകം മിൻ സഹീഹിൻ, എത്രയെത്ര ആരോഗ്യമുള്ളവരാണ് മാത മിൻ ഗൈരി ഇല്ലത്തിൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മായാലോകത്താണ് ജീവിക്കുന്നത്. സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ എന്ന് പറയുന്ന കേട്ടില്ലേ? അതാണ് നമ്മൾ. ഒന്ന് ചാടി നോക്കും, ഒന്ന് ഓടി നോക്കും, ഒരു 1/2 മിനിറ്റ് ശ്വാസം പിടിച്ചു നോക്കും. ശ്വാസം പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, 10 മിനിറ്റ് ഓടാൻ പറ്റുന്നുണ്ട്, കിതക്കുന്നില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കും? ഫുള്ള് ഹെൽത്തി ബോഡിയാണ് എന്ന് വെച്ചാൽ ഇന്ന് മരിക്കൂല. ആ തീരുമാനത്തിൽ നമ്മളെത്തി. കണ്ണൂരിൽ ചെന്നു, മിംസിൽ പോയി, അല്ലെങ്കിൽ ബേബിയിൽ പോയി, നല്ല അഗ്രഗണ്യന്മാരായ ഡോക്ടറെ കണ്ടു, ബോഡി ഫുള്ളൊന്ന് ചെക്കപ്പ് ചെയ്തു. ഡോക്ടർ അവസാനം പേപ്പറിൽ എഴുതി ഒപ്പിട്ട്, നിൻ്റെത് ഹെൽത്തി ബോഡിയാണ്, ഒരു പ്രശ്നമില്ല, ഇപ്പോക്ക് അങ്ങനെ പോയാൽ മതി. വേണമെങ്കിൽ കുറച്ച് മധുരം കുറച്ചോ, കുറച്ച് ബേക്കറി തിന്നാണ്ടിന്നോ, ബാക്കിയെല്ലാം ഓക്കെ, റാഹത്താണ്. സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് ഫാമിലി ഗ്രൂപ്പിലിട്ട് വാട്സപ്പിൽ, നോക്കടാ ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒന്നും മരിക്കൂല. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചോൻ്റെ മനസ്സെങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒന്നും മരിക്കൂല, ഹെൽത്തി ബോഡിയാണ്. ആൾക്കാർ വാട്സപ്പിൽ ഓന അയച്ച ഫോട്ടോ ഡൗൺലോഡ് ആക്കിയിട്ട് കണ്ടില്ല, കണ്ട് തീരുന്നതിന് മുമ്പ് അതിൻ്റെ അടിയിൽ വന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ്, പെട്ടെന്ന് കഴിഞ്ഞു വേണ്ടി മരിച്ചു. ഖലാസ്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു കാരണം പോലും പറയാൻ പറ്റാതെ എത്ര ആരോഗ്യമുള്ളവരാ മരിച്ചു വീഴുന്നത്. പക്ഷേ നമുക്ക് കണ്ണുറക്കാൻ കഴിയുന്നില്ല, നമുക്ക് ആ ശ്രദ്ധ വരുന്നില്ല. നമ്മൾ പിന്നെയും 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 നഫ്സിന്റെ ഷഹ്വത്തിന്റെ പിറകിലുള്ള ഓട്ടത്തിലാണ്. എന്നാലോ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹ്രി, എത്രയോ രോഗികൾ, ക്യാൻസർ ബാധിച്ചവൾ, കിഡ്നി രോഗം ബാധിച്ചവൾ, ആഴ്ചയിൽ 3ഉം 4ഉം ഡയാലിസൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അയാളും അയാളുടെ ഉപ്പയും പ്രസവിച്ച ഉമ്മയും വരെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും, പടച്ചോനെ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഈ പാവം രക്ഷപ്പെട്ടു പോവായിരുന്നു. കാരണം സാമ്പത്തികമായിട്ടും പ്രശ്നം, മാനസികമായിട്ട് വേദന, ശരീരത്തിന് വേദന, കാണുന്നവർക്കൊരു ബുദ്ധിമുട്ട്, അവസ്ഥ വളരെ മോശം. ചിലപ്പോൾ കാണാൻ വന്ന ചങ്ങായിമാർ പോലും പുറത്ത് വന്നിട്ട് പറയും, പാവം അവൻ പെട്ടെന്ന് മരിച്ചെങ്കിൽ അത് തന്നെ നല്ലത്, ഇങ്ങനെ സഹിക്കുന്നതിനേക്കാളും. പക്ഷേ ആശ ഹീനം മിനദ്ദഹ്രി, മലക്കുൽ മൗത്ത് അവൻ്റെ പുറക്ക് വരുന്നത് അവൻ്റെ അയലത്ത് പോലും വരുന്നില്ല. അങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വേദനിച്ച് അങ്ങനെ ജീവിക്കുന്നു. നേരുൾട്ട നമ്മൾ വല്ലാത്തൊരു വഞ്ചനയില്ല കുടുങ്ങിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വന്ന സമയം, മദീനക്കൊരു സ്വഭാവമുണ്ട്, മദീനയിലേക്ക് പുതുതായി താമസിക്കാൻ വരുന്ന ആളുകളെ
മദീന ഒന്ന് പേടിപ്പിക്കും. ഒരു പ്രത്യേക പനി ബാധിക്കും മദീനത്തേക്ക് വന്ന് താമസിക്കുന്ന ആൾക്കാരെ. ആ പനി പിടിച്ചവർ മരിക്കലാണ് പതിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ വന്ന സമയത്ത് കൂടെ വന്ന സഹാബാക്കളിൽ പലർക്കും ആ പനി പിടിച്ചു. അബൂബക്കർ സിദ്ദീഖുണ്ട്, ബിലാൽ ബിൻ റബാഹ് ഉണ്ട് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവർ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കിടക്കുകയാണ്. ഏകദേശം മരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം പൊതുവെ അതാണ് രീതി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ ഉപ്പ ഇങ്ങനെ പറയുന്നത് കേട്ടു, കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. ഓരോ മനുഷ്യന്മാരും അവരവരുടെ വീട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പമാണ് രാവിലെ ഉറക്കുന്ന എഴുന്നേൽക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്നും പറഞ്ഞിട്ട് സന്തോഷത്തിൽ എണീക്കും. അടുത്ത് ഭാര്യയുണ്ട്, അപ്പുറത്ത് മക്കളുണ്ട്, അപ്പുറത്ത് ഉപ്പയും ഉമ്മയുണ്ട്, റാഹത്തിന് ഒരു പ്രശ്നമില്ല. പക്ഷേ വൽ മൗതു മരണം അദ്നാ മിൻ ശിറാക്കി നഅലിഹി, അവൻ ധരിച്ച ചെരുപ്പിന്റെ വള്ളി അവന്റെ പാദത്തിനോട് ചേർന്ന് നിൽക്കാൻ അതിനേക്കാൾ അടുത്ത് അവന്റെ പിറകിൽ മരണമുണ്ട് എന്നോൻ ചിന്തിക്കുന്നേയില്ല. ശരിയാണ്. നമ്മൾ കണ്ട മരണങ്ങളൊന്നും ആരും ആഗ്രഹിച്ചു പോയി മരിച്ച മരണങ്ങളല്ല, പൊടുന്നനെ വന്ന് പിടികൂടിയ മരണങ്ങളാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ആയുസ്സിൽ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞുപോയി. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കണം. അള്ളാഹുവിലേക്ക് കുറച്ചും കൂടി ഒന്ന് അടുക്കാനുള്ള വഴികളെപ്പറ്റി അന്വേഷിക്കണം. ഈ പറഞ്ഞ മരണം ഏത് സമയത്ത് വന്നാലും റാഹത്തിൽ, സന്തോഷത്തിൽ മലക്കുൽ മൗത്തിന്റെ കൂടെ അങ്ങ് പോവാൻ റൂഹിനെ പാകപ്പെടുത്തണം. ശരീരം പുഷ്ടിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ശരീരത്തിനെയാണ് ഈ പറയുന്നത്, ഞാനടക്കം ശരീരത്തിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. വയറെല്ലാം ചാടിയ മനുഷ്യന്മാരെ കാണുമ്പോൾ കുറച്ച് കൺട്രോളാക്കി പോയി, ഫുഡെല്ലാം ഒന്ന് കൺട്രോളാക്കി, എക്സസൈസ് എല്ലാം ചെയ്യും, ഒന്ന് ജിമ്മിലെല്ലാം പോ, ഒരു ബോഡിയെല്ലാം ഒരു ഷെയ്പ്പാക്ക്. നല്ല മെലിഞ്ഞ മനുഷ്യന്മാരെ കാണുമ്പോൾ ഇന്നും കുറച്ച് തിന്നിടാ, ഇങ്ങനെ എന്തിനീ പൈസ ഉണ്ടാക്കി വെക്കുന്നത്, കുറച്ച് തടിയെല്ലാം ആവട്ടെ. എല്ലാവരുടെയും പ്രശ്നം ബോഡി. പൊമ്പുടറെ കണ്ടില്ലേ, എത്ര ക്രീമാ പുറത്തേക്ക് പോകുമ്പോൾ ആദ്യത്തേക്ക് എന്തെല്ലാം, ഒന്ന് വെയിൽ കൊള്ളുന്നതിന്, മറ്റൊന്ന് കാറ്റടിക്കുന്നതിന്, മറ്റൊന്ന് പൊടി പിടിക്കാതിരിക്കാൻ എത്ര ക്രീമാണ്. ബോഡി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. ഇസ്ലാം അത് പിന്നെ ആക്ഷേപിച്ച കാര്യമൊന്നുമല്ല, ശ്രദ്ധിക്കണം. പക്ഷെ ആ ബോഡി എന്തിനുള്ള സാധനം അറിയോ? റൂഹെന്ന് പറയുന്ന എന്നെ സന്നിവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയ ഒരു കവചമാണ് ഈ ബോഡി. ആ റൂഹ് അതിലില്ലെങ്കിൽ അത് ശവമാണ്, ഒരു വസ്തുവിന് കൊള്ളൂല. റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ മയ്യത്തായി, ജസദ് മാത്രമേ ഉള്ളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചീഞ്ഞ് നാറാൻ തുടങ്ങും, മനുഷ്യന് മൂക്ക് പൊത്താണ്ട് നടക്കാൻ കഴിയില്ല. ആ ബോഡിയാണ് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു. അതിനെ ഇങ്ങനെ ചലിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിക്ഷേപിച്ച റൂഹ്, ആത്മാവ്, അതിനും വേണം ഭക്ഷണവും വെള്ളവും ക്രീമും പൗഡറും, അതിനും വേണം. ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ നല്ല പ്രോട്ടീൻ, അല്ല എന്താ പറയാ, പ്രോട്ടീനുള്ള ഫുഡ്, പ്രോട്ടീൻ ജ്യൂസൊക്കെ ഇപ്പം കുടിക്കാം. മാസം 7,000 രൂപ ചെലവ് പ്രോട്ടീൻ്റെ ഒരു ജ്യൂസ് കുടിക്കാൻ. എന്തിനാണ്? 140 കിലോയിൽ നിന്ന് ഒരു മാസം കൊണ്ട് 80 കിലോ ആയി. മെയിൻറ്റെയിൻ 80 കിലോയിൽ നിന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ 65 കിലോ ആയി. എന്നിട്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഫോട്ടോ, ആദ്യം ഇത്ര വട്ടിയുള്ള ഫോട്ടോ, പിന്നെ ഇത്ര വട്ടിയുള്ള ഫോട്ടോ, പിന്നെ നല്ല ജിംനാസ്റ്റിക് ആയിട്ടുള്ള ബോഡിയുടെ ഫോട്ടോ. ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൂഹിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രോട്ടീൻ പൗഡർ ഏതെന്നറിയോ? ഇതായിരിക്കും റൂഹിനുള്ള പ്രോട്ടീൻ ജ്യൂസ്. ഇസ്തിഗ്ഫാർ, തൗബ. റൂഹിൻ്റെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് തൗബ. അതാരും കൊടുക്കുന്നില്ല, റൂഹിനെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അതിനു വേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയ ബോഡി എന്ന എന്താ പറയുക, ഒരു കവറ്. അതാണ് ശരിക്കും നമ്മുടെ ഈ ശരീരം.
അതിനെയാണ് നമ്മളിങ്ങനെ, അതായത് 1,00,000 റുപ്യ കൊടുത്ത് ഫോണ് വാങ്ങിയിട്ട് 250 കവറിട്ടിട്ട് കവറ് തുടക്കുക പോലെ കവറ് തുടച്ച് വൃത്തിയാക്കി മിനുക്കി വെക്കുക. അതിൻ്റെ ഉള്ളിലുള്ള 1,00,000 സാധനം അതിനെ നോക്കുന്നില്ലെങ്കിൽ അതേപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂഹിനെ പറ്റി ശ്രദ്ധേയില്ല, റൂഹിനെ നോക്കുന്നേ ഇല്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഫജർ ബാങ്കിൻ്റെ അരമണിക്കൂർ മുമ്പ്, ഇപ്പൊക്കെ വളരെ ഈസിയാണ്, 5:30 ബാങ്ക്, ഒരു അരമണിക്കൂർ മുമ്പ് എന്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കാൻ നമുക്ക് പറ്റുന്നില്ല? ആരോഗ്യക്കുറവാണോ? ശരീരത്തിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? ശരീരമെല്ലാം ഓക്കെയാണ്. ഇന്നലെ രാത്രി ചോറ് കഴിച്ചിട്ട് 2 ആപ്പിളും 2 ഓറഞ്ചും കുറച്ച് സലാഡും ഒക്കെ കഴിച്ച് റാഹത്തായിട്ടാണ് കിടന്നത്. കിടക്കുമ്പോൾ ഒരു 5-6 അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ബദാമും ഒക്കെ ഓള് പാല് അടിച്ചിട്ട് കൊണ്ടു തന്നു. ഇതും കൂടി കുടിച്ചോ, കുറച്ച് റാഹത്താവും. അങ്ങനെ കിടന്ന ബോഡിയാണ്, നല്ല ഹെൽത്തി ബോഡി. പക്ഷെ ഫജർ ബാങ്കിൻ്റെ അരമണിക്കൂർ മുമ്പ് അതിനെ കട്ടുമൊന്ന് പൊക്കാൻ പറ്റുന്നില്ല. ആർക്ക് പൊക്കാൻ പറ്റും? എൻ്റെ ബോഡിയെ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. ആ എനിക്ക് എന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, ആ എനിക്ക് എൻ്റെ ഈ തടി കട്ടുമെന്ന് പാതിരാത്രിക്ക് പൊക്കാൻ പറ്റണമെങ്കിൽ ഞാനാകുന്ന റൂഹിന് ആ നേരത്തെ കൊടുത്ത അണ്ടിപ്പരിപ്പും ബദാമും കലക്കിയ പാല് കൊടുക്കണം. അത് കൊടുക്കുന്നില്ല നമ്മൾ. റൂഹിന് ശക്തിയില്ല ഈ ബോഡിയെ പൊക്കാൻ. നമ്മളൊക്കെ പ്രശ്നം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുത്തത് റൂഹിലാണ്, ജസദിലല്ല. അതുകൊണ്ടാണ് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആന്റെ വഹയും കൊണ്ട് ദുനിയാവിലേക്ക് വന്ന ആ വരവിനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞ പേര് റൂഹുൽ അമീൻ എന്നാണ്. റൂഹുൽ അമീൻ, റൂഹു എന്ന പേരിട്ട് ജിബ്രീലിന് ഖുർആനും കൊണ്ട് വരുന്ന ആ വരവിന്റെ സമയത്ത് പറഞ്ഞപ്പോഴൊക്കെ പരിശുദ്ധ ഖുർആനെ പറ്റിയും റൂഹം മിൻ ഇൻദിന, റൂഹ് എന്ന് അള്ളാഹു പറഞ്ഞു, ആത്മാവ് എന്നർത്ഥത്തിൽ. ആ റൂഹായ ജിബ്രീൽ, റൂഹായ ഖുർആനെ കൊണ്ടുവന്നത് മനുഷ്യരുടെ റൂഹിനുള്ള മരുന്നായിട്ടാണ്. അത് മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് പുതിയ കൊല്ലത്തില് തടി എന്താണ് നമ്മൾ നോക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൂഹിനെയും കൂടി ഒന്ന് നോക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കണം. റൂഹിന് കിട്ടാനുള്ളത് കിട്ടണം. അതിലേറ്റവും ആദ്യം കിട്ടാനുള്ളത് ഇസ്തിഗ്ഫാറാണ്, തൗബയാണ്. ഒരടിമ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഇത്രയധികം സന്തോഷിപ്പിക്കുന്ന ഒരു ഇബാദ തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്. എത്രത്തോളം അറിയോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ ഇസ്രായേൽ 2 ചങ്ങാതിമാരെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാക്കൾക്ക്. ഒരാളൊരു പാപിയാണ്, മറ്റൊരാളൊരു ആബിദായ മനുഷ്യനാണ്. ഈ ആബിദായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഈ പാപിയായ ചങ്ങാതിയെ പൊപ്പ കണ്ടാൽ ഉപദേശിക്കും. നീ ഇങ്ങനെ ചെയ്യല്ല, നീ ശ്രദ്ധിക്ക്, നിനക്കെന്താ പേടിയില്ല? എന്നാലും പേടിയില്ലേ? അപ്പോഴൊക്കെ ഇവൻ പറയും, ദഅനി വറബ്ബി, എൻ്റെയും എൻ്റെ റബ്ബിനെയും നീ നമ്മളെ വഴിക്ക് വിട്ടെ, ഞാനും എൻ്റെ അള്ളാഹുമായിട്ട് ആയിക്കോളാം, നീ നിൻ്റെ ഈ ഭാഗത്തുമായിട്ട് പോയിക്കോ, ഇങ്ങനെ പറയും. ഒരു ദിവസം ഈ പാപിയായ ചങ്ങാതി എന്തോ കടുപ്പപ്പെട്ടൊരു തെറ്റ് ചെയ്തപ്പോൾ ഈ ആബിദായ ചങ്ങാതി പോയിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറന്നല്ലാഹു ലക്, അള്ളാഹുവാണ് സത്യം, എന്നെപ്പോലത്തെ പാപിക്കൊന്നും അള്ളാഹു പുറത്തു തരൂല, മാപ്പാക്കി തരൂല. എത്ര പ്രാവശ്യം പറഞ്ഞു തിരുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാലത്തുള്ള നബിക്ക് അള്ളാഹു വഹി അറിയിച്ചു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പറഞ്ഞ വ്യക്തിയോട് ചെന്നിട്ട് പറയണം, എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നീ ആരാണ് എന്ന് അള്ളാഹു ചോദിച്ചതായിട്ട് പറയണം. എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നീ ആരാണ്? നിന്റെ ഒറ്റ വാക്ക് കാരണത്താൽ നിന്റെ ഇബാദത്തുകൾ മുഴുവനും ഞാൻ ബാത്തിലാക്കി, നിന്റെ ചങ്ങാതിക്ക് ഞാൻ പുറത്തു കൊടുക്കുകയും ചെയ്തു. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സംഗതി അത്. ഇസ്തിഗ്ഫാർ, തൗബ വർദ്ധിപ്പിക്കണം. അതുകൊണ്ടല്ലേ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞല്ലേ, തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, അയ്യുഹൽ മുനാഫിഖൂൻ എന്നോ അയ്യുഹൽ കാഫിറൂൻ എന്നോ അയ്യുഹൽ ഫാസിഖൂൻ, ഇതൊന്നുമല്ല, അയ്യുഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ,
മാപ്പാക്കി തരാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് യാചിക്കണം. ആ യാചന അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു അടിമ അങ്ങനെ യാചിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ അടിമ അവനെ അർപ്പിച്ചു എന്നാണ്. പഠിച്ചോളെ നീ മാപ്പ് തന്നാലേ ഞാൻ രക്ഷപ്പെടൂ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും എന്ന അടിമയുടെ അടിമത്തം, വിധേയത്വം, അത് അള്ളാഹ്ക്ക് അതാ വേണ്ട. അള്ളാഹു ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ രോമം, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി, ഇതിനൊക്കെ അള്ളാഹ് നോക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സിനുള്ളിൽ അള്ളാഹു നോക്കുന്നു. മനസ്സിലാണ് വിധേയത്വം, പുറത്തല്ല. പുറത്തുള്ള വിധേയത്വം അള്ളാഹുവിന് ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാവില്ല. ചില ആൾക്കാർ ഉള്ളിന് ഭയങ്കര ധിക്കാരിയായിരിക്കും, പുറമെ ഭയങ്കര വിധേയനായിരിക്കും. കാര്യമില്ല. അള്ളാഹിന്റെ നോട്ടം കൽബിലാണ്. കൽബ് കൊണ്ടുള്ള വിധേയത്വം വരുമ്പോഴേ തൗബ പുറത്തേക്ക് വരുള്ളൂ, അല്ലാത്ത തൗബ ചെയ്യൂല. അഹങ്കാരിയായ തെറ്റുകാരി, വിധേയത്വമില്ലാത്തവൻ തൗബ ചെയ്യൂല. ഓനെ അള്ളാഹിനോട് എനിക്ക് പുറത്തേറണേ എന്ന് പറയാൻ മടിയായിരിക്കും. ഓൻ പിന്നെയും ചെയ്തോണ്ട് അള്ളാഹു ആക്കട്ടെ. പക്ഷെ വിധേയത്വമുള്ള അടിമത്തം അർപ്പിക്കുന്ന ഒരടിമ തൗബ ചെയ്യുന്നെങ്കിൽ ആ കൽബിൻ്റെ ആ ഒരു യാചനയും അള്ളാഹിന്റെ മുമ്പിലുള്ള ദില്ലത്തും അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പ്രാവശ്യം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തൗബ ചെയ്യണം. അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങണം. പക്ഷെ 3 നിബന്ധനകളുണ്ട്. അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ഉത്ലുബു മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി الذنب ഫീമാ ഇസ്തഖ്ബല. ഉത്ലുബു മതാബ, നീ തൗബ ചെയ്യണം, അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ഒന്നാമത്തെ ഷർത്ത് ബിന്നദാമ, ചെയ്തു പോയ തെറ്റിൽ നിനക്ക് കുറ്റബോധമുണ്ടാവണം, എങ്കിലേ അതിന് തൗബ എന്ന് പറയുള്ളൂ. ഒരു സങ്കടം, ഒരു വിഷമം. കാരണം ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സൂക്ഷ്മതയുള്ള അബദ്ധവശാൽ തെറ്റുപറ്റിപ്പോയ അടിമക്കേ സങ്കടം വരുള്ളൂ. അറിഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ തെറ്റ് ചെയ്തവന് ദുഃഖം വരൂല, സങ്കടം വരൂല. അവൻ മുസിറുൻ അലദ്ദമ്പായിരിക്കും, എപ്പോഴും ആ പാപം ചെയ്തുകൊണ്ടിരിക്കും, പേടിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റ് ചെയ്യും, പക്ഷെ തെറ്റ് വന്നു പോവലാണ്, സാഹചര്യത്തിന് വഴങ്ങി അബദ്ധം പറ്റലാണ്, അതിൽ നദമുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തൗബതു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ സങ്കടമാണ്, കുറ്റബോധമാണ്, പറ്റിപ്പോയ റബ്ബേ, അതുണ്ടാവണം. 2 മുഖ്ലിഅൻ, അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാവണം. അതിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്തോണ്ട് ഇസ്തിഗ്ഫാർ, അതിന് തൗബ എന്ന് പറയൂല, ഇസ്തിഗ്ഫാർ എന്ന് പറയൂല. തൗബയുടെ ഷർത്തായി ഉലമാക്കൾ പറഞ്ഞ സംഗതിയിൽ രണ്ടാമത്തേത് മുഖ്ലിഅൻ, പൂർണ്ണമായും ഒഴിവാവണം. വബിഅസ്മി തർക്കി الذنب ഫീമാ ഇസ്തഖ്ബല. മൂന്നാമത്തേത് ഇനി അങ്ങോട്ട് ഒരു കാരണവശാലും ഞാനിത് ചെയ്യൂല എന്ന ദൃഢനിശ്ചയമെടുക്കണം, അസ്മ് ചെയ്യണം. അതിനർത്ഥം പിന്നൊരിക്കലും ആ തെറ്റവൻ ചെയ്യൂല എന്നല്ല, വന്നു പോവാം. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാമ ഇബ്നു ബാസ് റഹ്മഹുള്ളയോട് സദസ്സിൽ നിന്നും ഒരു ദർസിന് ശേഷം ഒരു ചോദ്യം വന്നു. ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നെയും തെറ്റാവർത്തിച്ചു, തൗബ ചെയ്തു, പിന്നെയും തെറ്റാവർത്തിച്ചു, തൗബ ചെയ്തു, പിന്നെയും ആവർത്തിച്ചു, തൗബ ചെയ്തു. ഇവന്റെ ഹുക്കം എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി വഹുവ അലാ ഖൈർ, വഹുവ അലാ ഖൈർ. ഓനാ തെറ്റ് ചെയ്തിട്ടും അവന് തൗബ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖൈറിലാണ്. അള്ളാഹു പ്രത്യേകം തൗഫീക്ക് നൽകിയത് കൊണ്ടാണ് അവന് തൗബ ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഓനാ തെറ്റിൽ തന്നെ തുടരും, തൗബ ചെയ്യൂല. പക്ഷെ അവൻ ശ്രദ്ധിക്കേണ്ടത് തൗബ കഴിഞ്ഞാൽ പിന്നെയും തെറ്റ് ചെയ്യാൻ എന്താണോ അവനെ പ്രേരിപ്പിക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും മാറാൻ ശ്രമിക്കുക. മാഹവല് മാറ്റുക, ചങ്ങാതിമാരെ മാറ്റുക, ചിന്തകൾ മാറ്റുക. തൗബ നിസ്സാര സംഗതിയല്ല. അത് ചെയ്യാൻ ഒരാൾക്ക് തൗഫീക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓൻ ഖൈറിലാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയാൻ അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തു,
ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോധ്യമായി, ഞാൻ ചെയ്ത തെറ്റെനിക്ക് പുറത്തു തരുന്ന ഒരു റബ്ബ് എനിക്കുണ്ടല്ലോ. ഫസ്തഗ്ഫർ. അങ്ങനെ അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഞാൻ അവന് പുറത്തു കൊടുക്കും, എനിക്കതൊരു പ്രശ്നമല്ല. നമ്മൾ ഒരിക്കലും ആളുകളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ പാടില്ല. പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഭയങ്കരമായ ക്രൂരനായ അള്ളാഹുവായി ചിത്രീകരിച്ച് ആളുകളെ അള്ളാഹുവിൽ നിന്നും അകറ്റുന്ന രീതി ശരിയല്ല. അടുപ്പിക്കാൻ വേണ്ടത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാഹു തന്നെ അങ്ങനെ പറഞ്ഞിട്ട് അടിമകൾ അടുപ്പിക്കുകയാണ്. ഏതടിമകളെ? തോന്നിവാസികളായ അടിമകളെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വശരീരത്തോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അള്ളാഹു തീർച്ചയായും മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എത്ര വലിയ പാപമാണെങ്കിലും അത് ഒറ്റ പ്രാവശ്യത്തേക്കല്ല, എത്ര ആവർത്തിക്കാൻ പറ്റുമോ അത്ര പ്രാവശ്യവും അള്ളാഹു പുറത്തിരുന്നവനാണ്. കാരണം വറഹ്മതി വസിഅത് കുല്ല ഷൈ. അള്ളാഹു പറഞ്ഞ വാക്കാണ്. എൻ്റെ ഔദാര്യം, എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെക്കാളും വിശാലമായതാണ്. അതുകൊണ്ട് ഒരിക്കലും പേടിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്തി എനിക്കൊരിക്കലും മാപ്പ് കിട്ടൂല, എനിക്ക് എന്തായാലും അള്ളാഹു പുറത്തു തരൂല, എൻ്റെ ജീവിതം കഴിഞ്ഞു, ആ ചിന്ത ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ച അങ്ങനെയല്ല. മടങ്ങിക്കൊണ്ടേയിരിക്കണം, തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ പിന്നെയും തെറ്റ് ചെയ്തു പോവും, എന്നാലും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അവസാനം ദുനിയാവിൽ നിന്ന് യാത്രയാവുന്ന സമയം ഒന്നുമില്ലാത്ത തരത്തിൽ പോവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പം, ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഇന്നലെ രാത്രി കോഴിക്കോട് ഞാൻ ഇതിൻ്റെ ഒരു തിരക്കിൽ പെട്ടുപോയി. റോഡിൽ അതിലേറ്റവും അധികം നമ്മളെ കൗമില ചെറുപ്പക്കാരികളും ഏറ്റവും അധികം. അവരാ 2025 അവസാനത്തെ രാത്രിയെ ആസ്വദിക്കാൻ വേണ്ടി ബീച്ചിലേക്ക് പോകുന്ന പോക്കാണ്. എന്തോ ഒരു ആനന്ദം, എന്തോ ഒരു ഭ്രാന്തളകിയ അവസ്ഥയാണ് ഇന്നലെ രാത്രി ചെറുപ്പക്കാരികൾക്ക്. ഇന്നഹും യറൗനഹു ബഈദൻ. കാരണം മരണത്തെ അവർ കാണുന്നത് വളരെ ദൂരെയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. വല്ലാത്തൊരു വാക്കാണ്. ഇഗ്തനിം, ഗനീമത്ത് സ്വത്ത് പോലെ നിങ്ങൾ മുതലാക്കിക്കൊള്ളണം. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിചാരിക്കാണ്ട് കിട്ടുന്ന സ്വത്താണ്. നമുക്ക് അങ്ങോട്ട് പൈസ ചെലവില്ലാണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന സ്വത്താണ്. ശത്രുക്കൾ യുദ്ധക്കളത്തിൽ ഒഴിവാക്കി പോകുന്ന ആയുധങ്ങളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും, വാഹനങ്ങളുണ്ടാവും, ചിലപ്പോൾ പൈസ ഉണ്ടാവും, എന്തു ആവാം. അതാണ് ഗനീമ. അങ്ങനെ കിട്ടിയ പോലെ നിങ്ങൾ കണ്ടോളണം 5 കാര്യങ്ങൾ വരുന്നതിൻ്റെ മുമ്പ്. അതിലൊന്ന്, ശബാബക ഖബ്ല ഹറമിക്. വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് ശേഷം? ഇപ്പോൾ 65 വയസ്സ്, 67, 70 വയസ്സുള്ള ആൾക്കാരോട് ചോദിച്ചാലും പറയും, എവിടെ ഞാൻ തൊണ്ടനായിനാ. അത് നീ അങ്ങനെ കാണുന്നുണ്ടല്ലേ, ഞാനിപ്പോഴും ചെറുപ്പം തന്നെയാണെന്ന് പറയാം. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, മനസ്സിന് ആരോഗ്യമുള്ളത് നല്ല തന്നെ. പക്ഷെ ഉലമാക്കൾ വയസ്സിനെ തർത്തീബ് ചെയ്തിട്ടുണ്ട്. ജനനം മുതൽ 7 വയസ്സ് വരെ ശൈശവം. ഒരു നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇസ്ലാം നൽകിയിട്ടില്ലാത്ത പ്രായം. ജനിച്ചത് മുതൽ 7 വയസ്സ് വരെ. 7 വയസ്സ് വരെ കർശനമായിട്ടുള്ള ഒരു നിയമവും കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കാനും പാടില്ല. അതൊട്ട് ഇസ്ലാം അനുവദിക്കപ്പെട്ടതുമല്ല. പക്ഷെ ഇന്ന് നമ്മളെ മക്കൾ 3-ാമത്തെ വയസ്സിൽ തന്നെ സ്കൂളിലെത്തി, നിയമങ്ങൾ പാലിക്കാൻ തുടങ്ങി, കർശനമായ താക്കീതുകൾ ടീച്ചർമാർ കൊടുക്കാൻ തുടങ്ങി 3-ാമത്തെ വയസ്സ് മുതൽ. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. ആ മക്കള് നല്ല നിലക്കായിരിക്കൂല വളർന്നു വരിക. കാരണം ആ പ്രായത്തിലുള്ള എല്ലാം കേച്ച് ചെയ്യുന്ന പ്രായമാണ്. നല്ല കൈകളിലല്ല ആ മക്കൾ ആ പ്രായത്തിൽ എത്തിയതെങ്കിൽ ഓൻ്റെ കഥ കഴിഞ്ഞു. കാരണം 7 വയസ്സ് വരെ
കാലി ഗ്ലാസ്സാണ് നമ്മുടെ മക്കൾ. പാറിപ്പറന്ന് നടക്കുക, കൂട്ടുന്ന് പുറത്താക്കിയ പക്ഷികളെ പോലെയാണെന്ന് ഇമാം ഗസാലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞത്. എന്തുവാകും അവർ കളിക്കുന്ന കുരുത്തക്കാടല്ല. 7 വയസ്സ് വരെയുള്ളത് കുരുത്തക്കാടല്ല, വികൃതിയാണ്. വികൃതി ഇല്ലാത്ത മനുഷ്യന്മാരെ പിന്നെ എന്തിനാ കൊള്ളുക? മതിൽമ വരക്കും, മതിൽമ കയറും, ട്യൂബ് എറിഞ്ഞിട്ട് പൊളിക്കും, ഗ്ലാസ് പൊളിക്കും, പാത്രം പൊളിക്കും, പല കാറുമ്പ കല്ലെടുത്തിട്ട് വരക്കും. ബെൻസ് കാറായിരിക്കും, ഓമ്പ നല്ല തറ പറന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ABCD എഴുതി വെച്ചിട്ടുണ്ടാവും ബാക്കിൽ കല്ലുണ്ട്. അത് കുരുത്തക്കേടല്ല. അതിന് ആ കുഞ്ഞിനെ അടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വികൃതിയാണ്. അത് ചെയ്യാത്ത അവസ്ഥയിൽ നമ്മൾ സാഹചര്യം ഒരുക്കാന്നേ പറ്റുള്ളൂ. 7 വയസ്സ് വരെ. 7 തൊട്ട് 10 വരെ അതികർശനമായ നിർദ്ദേശങ്ങളുടെ പ്രായമാണ് ഇസ്ലാമിൽ. മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബഅ. 7 വയസ്സായാൽ പിന്നെ കർശനമായിട്ട് ശക്തമായി ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട പ്രായമാണ് 10 വയസ്സ് വരെ. 7, 8, 9, 10, 3 ഈ 3 വർഷം. 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ 14 വയസ്സ് വരെ ശിക്ഷിക്കേണ്ട പ്രായമാണ്. അടിക്കടുത്ത് അടിക്കുക തന്നെ വേണം. ഇനി ഇപ്പോഴത്തെ ഉപ്പ അടിച്ചാൽ ഇപ്പോൾ മോൻ ഉച്ചക്ക് പോലീസ് സ്റ്റേഷനിലുണ്ടാവും. ഇത് പറയുന്നത് അറിയോ? എൻ്റെ തന്ത എന്നെ മർദ്ദിച്ചു, കേസെടുക്കണം. ഇപ്പോഴത്തെ മക്കളുടെ അവസ്ഥയാണത്. പണ്ടത്തെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഉപ്പാ മക്കൾ ബന്ധവും ഇന്നത്തെ ഉപ്പാ മക്കൾ ബന്ധവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഡാഡി ബ്രോ ആണ്, ഡാഡി ബ്രോ. വരുന്ന സിനിമകളും വരുന്ന പ്രസംഗങ്ങളും അതേപോലെ ഇൻസ്റ്റ പോലുള്ള റീൽ ഉണ്ടല്ലോ, റീൽസ്, അതിലൊക്കെ വരുന്ന ഡാഡി ബ്രോവും മക്കളും ഇതാണ് കുട്ടികൾ കണ്ടിട്ട് വളരുന്നത്. ഒരു നിയന്ത്രണവുമില്ല, ഒരു അനുസരണയില്ല. സിഗരറ്റ് പകുതി വലിച്ചിട്ട് മോനോട് ഒരു ബഫുമാനോടാ, മോൻ പറയും ആ തന്നാ കൊള്ളാം. അപ്പോൾ അച്ഛൻ കൊടുക്കും, മോൻ അടിക്കും, അച്ഛൻ പറയും ആ ഇങ്ങനെയാണ് വലിക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ ദുനിയാവ്. 14 വയസ്സ് വരെ ശിക്ഷിക്കേണ്ട പ്രായമാണ്. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കണം. ഇത് +1 എത്തി, 16 വയസ്സായി, സുബഹിക്ക് എണീക്കുന്നില്ല. ഉപ്പ വിളിക്കുമ്പോൾ ഉമ്മ അപ്പുറത്ത് നിന്ന് പറയും കടന്നോട്ടിപ്പാ പാപം, 2 മണിക്കാറ്റ ഇന്നലെ ഉറങ്ങീനി, കുറേ പഠിക്കാനുണ്ടായിരുന്നു തോന്നുന്നു, ഉറങ്ങിക്കോട്ട്. ഇത് ഏതുമ്മ ഏതുപ്പ? 14 തൊട്ട് പിന്നെ അങ്ങോട്ട് മുക്കല്ലഫായി, ബാലിഗായി, പ്രായപൂർത്തിയായി. ഇനി അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. നമ്മളെ കൈമൽ കടിഞ്ഞാനുണ്ട്, അവനെ വിട്ടേക്കണം. പിന്നെയും പിടിച്ച് കെട്ടിയാൽ മക്കൾ കൈമ നിൽക്കൂല. അത് മക്കളുടെ മനസ്സിൽ ഉപ്പാനോടും ഉമ്മാനോടും ഭയങ്കര ദേഷ്യം ഉണ്ടാക്കാൻ കാരണമായിത്തീരും, വെറുപ്പുണ്ടാക്കാൻ കാരണമായിത്തീരും. വിട്ടോളണം, പക്ഷെ കടിഞ്ഞാൻ കൈമലുണ്ടാവണം. കല്യാണപ്രായമായി, അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ നിയമം 23 വയസ്സ്, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം 14 കഴിഞ്ഞ് പ്രായപൂർത്തിയായ പിന്നെ കല്യാണപ്രായമായി. 40 വയസ്സ് വരെ യുവാവാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ യുവത്വം കഴിഞ്ഞു. പിന്നെ മധ്യവയസ്കനായി 40 തൊട്ട് 50 വരെ. 40 to 50, 10 കൊല്ലം ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്ന പ്രായമാണ്. മോൾക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കുക, മോൻ്റെ കല്യാണം നടത്തുക, അപ്പോഴത്തേക്ക് വീടിൻ്റെ പണി തീർക്കണം, ബാക്കി തർത്തീവൊക്കെ ആക്കണം, ഉത്തരവാദിത്തങ്ങൾ. ആ 10 കൊല്ലം 40 to 50. 50 കഴിഞ്ഞാൽ ഒരുങ്ങാനുള്ള സമയമാണ്, വാർദ്ധക്യത്തിലെത്തി. ഉലമാക്കൾ പറഞ്ഞു 60 കഴിഞ്ഞാൽ, വയസ്സ് 60 കഴിഞ്ഞാൽ കഫൻ തുണി വാങ്ങി വെക്കേണ്ട സമയമാണ് യാത്രയാവാൻ. ഗൾഫ് പോകുന്ന ആൾ ലീവിന് വന്നു, ആദ്യത്തെ ഒരാഴ്ച എങ്ങനെ ആയിരിക്കും? ടൂർ പോകുന്നു, ഊട്ടി പോകുന്നു, ഊട്ടി പോയിട്ട് വന്നിട്ട് പിന്നെ കൊടൈക്കനാലിലേക്ക് പോകുന്നു, കൊടൈക്കനാൽ വന്നിട്ട് പിന്നെ ഒരു തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അങ്ങനെ അടിച്ചുപൊളിയാക്കും ആദ്യത്തെ ഒരാഴ്ച ഗൾഫിൽ നിന്ന് വന്നാൽ. അടുത്ത ഒരാഴ്ച വീട്ടിൽ ഭാര്യ, മക്കൾ, ഉപ്പ, ഉമ്മ ചോറ് വെക്കുക, തിന്ന, റാഹത്തായിട്ട് കിടന്നുറങ്ങുക. അതിനപ്പുറത്തെ അയച്ചോ പോണ്ട ടെൻഷൻ കയറില്ല ഈ മനസ്സിൽ. പിന്നെ വലിയ യാത്രകളൊന്നുമില്ല. പള്ളിയിൽ വരും, കാണും, സലാം പറയും, പോവും. ആൾക്കാരെ കണ്ടാൽ ചോദിക്കും പോകാനായ, അപ്പം തന്നെ ഓരോ പോകും, ദേഷ്യം പിടിക്കും. അതിൻ്റെ അപ്പുറത്തെ ആഴ്ച ആയാൽ പോകാനായി, ടിക്കറ്റ് എടുക്കണം, സാധനം വാങ്ങണം, ബീഫ് ഇറച്ചി ഉണ്ടാക്കണം, പിന്നെ കേക്ക് ഉണ്ടാക്കണം, അതിൻ്റെ തിരക്കായി ചാട്ടമായി ഓട്ടമായി ഓക്കെ. ആ ലാസ്റ്റ് ആഴ്ച പോലെ ആവണം 60 കഴിഞ്ഞാലുള്ള മനുഷ്യൻ്റെ അവസ്ഥ. തയ്യാറായിട്ട് നിന്നോളണം, കഫൻ തുണിയും വാങ്ങി വെച്ചിട്ട്.
ഇപ്പോൾ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് യുവത്വത്തെ നീ ഗനീമത്ത് പോലെ ഉപയോഗപ്പെടുത്തിക്കോന്നാണ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി തആല, അള്ളാഹിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന ആ കൂട്ടക്കാരിൽ ഒരു വിഭാഗം യുവത്വത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാക്കളാണ്. അത് പോയവർക്ക് പോയി, കിട്ടിയവർക്ക് അൽഹംദുലില്ലാ അതൊരു വലിയ നിഅമത്ത് തന്നെയാണ്. ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിഹ്ഹതക ഖബ്ല സഖമിക്, രോഗിയാകുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിക്കോളാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, രോഗങ്ങൾ വരാതെ. രോഗിയാവും, മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താത്തൊരു സമയം വരും. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിൽ എത്തുന്നതിന് മുമ്പ് ശരീരം അടുത്തും, ആ യുവത്വവും പ്രസരിപ്പും ആരോഗ്യവും ഉള്ള അവസ്ഥ. പക്ഷെ അത് കഴിഞ്ഞാൽ, രോഗിയായിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമുള്ളൊരുത്തം ചെയ്യുന്ന പോലത്തെ ഇബാദത്ത് മനസ്സുകൊണ്ടും ചെയ്യാൻ പറ്റൂല, ശരീരം കൊണ്ടും ചെയ്യാൻ പറ്റൂല. റസൂലുള്ളാഹി പറഞ്ഞു, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിക്കോളിൻ. വഗിനാക ഖബ്ല ഫഖ്രിക്, മൂന്നാമത്തത് ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ്, അള്ളാഹു കാക്കട്ടെ, ക്ഷേമാവസ്ഥയെ, ധന്യാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കോളിൻ. വാ ഫറാഹക ഖബ്ല ശുഗ്ലിക്, ജോലിഭാരങ്ങൾ കൊണ്ട് തിരക്കിൽ മൂടുന്നതിന് മുമ്പ് ഒഴിവ് സമയം കിട്ടുന്ന ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കോളിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞു, വഹയാതക് ഖബ്ല മൗതിക്, ജീവിതത്തെ മരിക്കുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തിക്കോളിൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം, പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കണം, മനസ്സും ശരീരവും സമ്പത്തും ഇടപെടലും കച്ചവടവും അതും ഇതുമെല്ലാം ക്ലിയർ ആവണം, തഖ്വയുടെ വഴിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിച്ച് കൊണ്ടുപോകുമ്പം നല്ല ഏറ്റവും മനോഹരമായ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ദുനിയാവൊന്ന് പോവാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.